കാളിദാസ് ജയറാമിൻ്റെ കല്യാണം. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല വൈറലായിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ഏത് സെലിബ്രിറ്റി കല്യാണങ്ങൾ നടന്നാലും അതിൻ്റെ കമൻറ്റ് ബോക്സ് ഭയങ്കര രസമാണ് വായിക്കാൻ. കാരണം ആളുകളുടെ ഒരു പേഴ്സ്പെക്റ്റീവ്, അതായത് കല്യാണം നടക്കുകയാണ്, അപ്പോൾ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിൽ അമ്പലത്തിലോ പള്ളിയിലോ ഇനി അല്ല റോഡിൻ്റെ മുകളിൽ ആഘോഷിച്ചിട്ടോ ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിലുള്ള ആഘോഷം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആളുകൾ റിയാക്ട് ചെയ്യുന്നതിനോട് വലിയ സീനില്ല. ഇത് അവരുടെ കാശ്, അവരുടെ ഫെയിം, അവരുടെ ഇഷ്ടം, അവരുടെ സന്തോഷം, അതിനനുസരിച്ചിട്ടല്ലേ കല്യാണം എല്ലാവരും നടത്താറ് അല്ലേ? നല്ല കാശുള്ളവൻ അത്രയും ആഘോഷിക്കും, ചിലപ്പോൾ അത്രയും കാശുള്ളവൻ ചിലപ്പോൾ അത്ര ആഘോഷിക്കും. അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചാണ്. ചിലപ്പോൾ വളരെയധികം കഷ്ടപ്പാടിലൂടെ മുന്നോട്ട് പോകുന്ന ഒരാളായിരിക്കാം, മകൻ്റെയോ മകളുടെയോ കല്യാണം വരുമ്പോഴത്തേക്ക് ബാങ്ക് ലോൺ എടുത്തും കടം വാങ്ങി കല്യാണം നടത്തി നാട്ടുകാർ മുന്നിൽ കാണിക്കാനുള്ള മൈൻഡ് സെറ്റുള്ളവരുണ്ടാവും. സോ കല്യാണമാണ് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും ഹാപ്പി മൊമെൻ്റാണ്. ആഘോഷിക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ അവരുടെ പേഴ്സണൽ ഗോളാണ്. ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ കല്യാണങ്ങൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അത് എയറിൽ പോയിട്ടുണ്ടാകും കല്യാണം. ഞാൻ നോക്കുമ്പോൾ ജയറാമാണെങ്കിലും ജയറാമിൻ്റെ ഫാമിലി, പാർവതി, മക്കൾ, ആരാണെങ്കിലും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ചർച്ചകളിലും അവരുടേതായിട്ടുള്ളൊരു കോൺട്രവേഴ്സി കാര്യങ്ങൾ ഇതിനായിട്ട് ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, ജയറാമിൻ്റെ ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ട് പോകുന്നല്ലാതെ ബാക്കി സീനുകളിൽ നിന്ന് ഈ ഫാമിലി എൻറ്റയർ ഈ ഒരു സെലിബ്രിറ്റി ഫാമിലി ഇങ്ങനെ അവർ ഓക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരാണ്. എന്താണെങ്കിലും ഇവരുടെ കല്യാണം റിലേറ്റഡ് ആയിട്ട് നമ്മൾ കണ്ട ഇവിടുത്തെ സോഷ്യൽ മീഡിയ ഓൺലൈൻ ചാനലുകൾ നമുക്ക് കാണിച്ചു തന്നവരുടെ കല്യാണം വിഷ്വൽസിൻ്റെ ഒക്കെ അടിയിലെ കമൻറ്റുകളിലൂടെ ഒന്ന് പോവാം. ആളുകളുടെ ഒരു മെൻറ്റാലിറ്റിയാണ് ഞാനിവിടെ നോക്കുന്നത്. ഓക്കെ, ഞങ്ങളുടെ സന്തോഷം എത്രമാത്രമാണെന്ന് ഒരു വാക്കിലിങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഏകദേശം ഒരു 32 വർഷങ്ങൾക്ക് മുമ്പ് 1992 സെപ്റ്റംബർ 7-ാം തീയതി അശ്വതിയുടെ കഴുത്തിൽ ഈ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് താലി ചാർത്താൻ ഒരു ഭാഗ്യമുണ്ടായി. അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒതുങ്ങുന്ന ഞങ്ങളുടെ കുടുംബം പുതിയൊരു അതിഥി എത്തി, എൻ്റെ കണ്ണൻ, പിന്നെ ഞങ്ങളുടെ ചക്കിമോളെത്തി. ഇന്നിപ്പോൾ 2 അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെയുണ്ട്, ഒരു മോനും ഒരു മോളും കൂടി. ഞങ്ങൾക്ക് മരുമോനും മരുമോളും അല്ല, ഞങ്ങളുടെ മോനും മോളും. എന്തായാലും അത്രയധികം സന്തോഷം. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് ഇന്ന് താലി കണ്ണന് താരുവിൻ്റെ കഴുത്തിൽ താലി ചാർത്താൻ കഴിഞ്ഞതിൽ എത്ര സന്തോഷം. ഇതാണ് മോൻ്റെയും മോളുടെയും കല്യാണം കാണാൻ വന്നതിലുള്ള സന്തോഷം. അത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നെത്തിയ എല്ലാവരോടും എത്ര നന്ദി പറയണമെന്ന് അറിയില്ല. ഒരുപാട് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു വിഷ്, അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന സൈഡിൽ നിന്നുണ്ടായിരുന്നു. നന്നായിരിക്കട്ടെ 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 എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം. ഒരുപാട് സന്തോഷം. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് ചടങ്ങുകൾ നടന്നത്. അത് വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ടു കാണും. സാധാരണ രീതിയിൽ ഒരു സെലിബ്രിറ്റി കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടക്കുമ്പോഴത്തേക്ക് ഹൈ സെക്യൂരിറ്റിയിൽ അവരെ വിളിച്ചവരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ സൈഡാക്കിയിട്ടുള്ള ഒരു സ്കീമിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകാറ്. ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇവർ ക്രൗഡിനെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ സീനുകളും വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത്യാവശ്യം ആളുകളൊക്കെ അവിടെ കല്യാണമാണെന്ന് പോലും അറിയാതെ വന്ന ആളുകളൊക്കെ കല്യാണം കാര്യങ്ങളൊക്കെ കണ്ടുപോയിട്ടുണ്ട്. അതിൽ സന്തോഷം എന്ന് ജയറാം പറയുന്നുണ്ട്. ഇതിൽ അതിഥികൾ എന്നുള്ളൊരു വാക്ക് ഇവിടെ ജയറാം ഉപയോഗിച്ചത് നിങ്ങൾ കേട്ടില്ലേ? ഇത് ഭയങ്കര സീനാക്കി കളഞ്ഞു. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നുണ്ട്. മകനെയും മകളെയും മരുമകളെയും ഒക്കെയാണ് അവിടെ ജീവിതത്തിൽ അതിഥികൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിനകത്ത് കുറേ ആളുകൾ, മക്കൾ അതിഥികളാണോ, മക്കൾ എന്തിന് അതിഥികൾ എന്ന് പറയണം, അതിഥി എന്ന വാക്കിൻ്റെ അർത്ഥം അറിയുമെങ്കിൽ അങ്ങനെ പറയില്ല, ഒരാൾ അതിഥിയാണെങ്കിൽ മറ്റേയാൾ ആതിഥേയനാണ്, തിരിച്ചു പോവേണ്ട ആളാണ് അതിഥി, അതുകൊണ്ട് അങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞല്ലോ, കമൻറ്റ് ബോക്സിനകത്ത് വരുന്നൊരു കൈൻഡ് ഓഫ് ഹെയ്റ്റ് ഉണ്ട്. കറക്റ്റ് രാവിലെ മുതൽ വൈകിട്ട് വരെ പണിയെടുത്ത് ജീവിക്കുന്നവരെ നീ കണ്ടിട്ടില്ല, നിൻ്റെയൊക്കെ പെൺപിള്ളേർ പോലും അത് അറിയില്ല, കാരണം സിനിമ എന്ന നശിച്ച ലോകമാണ് നാടിൻ്റെ നാശം, അത് നിൻ്റെ പോലെ ശരീരം വിയർക്കാത്തവർക്ക് അറിയില്ല എന്നുള്ള ലൈക്ക് സിനിമാക്കാരനായതുകൊണ്ടും സിനിമ സെലിബ്രിറ്റീസിൻ്റെ കല്യാണം കാണുമ്പോൾ പ്രത്യേകതരം, ഇതാണോ ലോകത്തിലെ ആദ്യത്തെ കല്യാണം, ഇവരാണോ ലോകത്തിലെ ആദ്യത്തെ അച്ഛനും അമ്മയും, അങ്ങനത്തെ കുറേ സാധനങ്ങൾ തുടക്കം മുതൽ ഈ കമൻറ്റ് ബോക്സിനകത്ത് ആസ് യൂഷ്വൽ കമൻറ്റ്സ് വരുന്നുണ്ട്. സിനിമാക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഓക്കെ, മക്കളുടെ കല്യാണം എന്ന് പറയുമ്പോൾ അച്ഛനമ്മമാർക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഒരു സന്തോഷമായിരിക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടായി കഴിഞ്ഞാൽ അച്ഛനും അമ്മേൻ്റെ ഏറ്റവും വലിയ അടുത്ത അവരുടെ മൈൻഡിലുള്ളൊരു കാര്യം സെറ്റാക്കുന്ന എന്താ, നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, വളർന്നു വരുമ്പോൾ അവരുടെ കല്യാണം നല്ല രീതിയിൽ നടത്തുക. ഓക്കെ, അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റായിട്ട് കൊണ്ട് നടക്കുന്ന എത്രയോ അച്ഛനമ്മമാരുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഡ്രീമാണ്. ആ ഡ്രീം ഡേയിൽ അവർ ഭയങ്കര സന്തോഷിച്ചിരിക്കുമ്പോൾ അവിടെ അച്ചീവ്, ഇപ്പോൾ ഞാൻ പറയാലോ, ഫിനാൻഷ്യലി സ്റ്റേബിളായ, കല്യാണം നടത്താൻ കപ്പാസിറ്റി ഉള്ള, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അവിടുന്ന് ഇവിടുന്ന് കടം വാങ്ങേണ്ട ആവശ്യമില്ല, വിചാരിച്ച എല്ലാ കാര്യങ്ങളിലും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു കല്യാണം മുന്നോട്ട് നടത്തുക എന്ന് പറയുമ്പോൾ ഒരു അച്ഛനും അമ്മയും അത്രയും പ്രൗഡായിരിക്കും. അത് സെലിബ്രിറ്റീസ് ആകുമ്പോൾ ഈ മീഡിയാസ് പോയി അറ്റൻഡ് ചെയ്തിട്ട് അത് നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ അവരെ സന്തോഷം കുറച്ച് കാണിക്കണം, അല്ലെങ്കിൽ അവരെ സന്തോഷം പറയാതിരിക്കണോ? സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നില്ല എന്ന് പറയണോ? അല്ലെങ്കിൽ അവരവരുടെ സന്തോഷം പറയുന്നതല്ലേ. പിന്നെ ഈ സിനിമാക്കാരാണ്, അധ്വാനമില്ലാത്ത ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കമൻ്റ് ഇടുന്ന ഒരാളൊരു സിനിമാ സെറ്റിൽ പോയിട്ട് നിൽക്കുമ്പോൾ അറിയാം, ലൈറ്റിൻ്റെ അടിയിലും രാപ്പകലില്ലാത്ത ഷൂട്ടും അത്യാവശ്യം ഫൈറ്റും സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആളുകൾക്ക് ആ ഒരു സംഗതി മനസ്സിലാവുമായിരിക്കും. എന്താണെങ്കിലും ഈ മാസീവ് ഹെയ്റ്റ്, ഈ കല്യാണം അങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോൾ കമൻറ്റ് ബോക്സിൽ കാണിക്കുന്നത് പൊതുവേ എനിക്ക് തോന്നുന്നത്, ചിലർക്കൊക്കെ ഡ്രീം കാണും അവരുടെ ജീവിതത്തിൽ അവരുടെ കല്യാണം ഇങ്ങനെ നടക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു നടക്കേണ്ടിയിരുന്നത്. അത് നടക്കാത്തത് കൊണ്ടും അല്ലെങ്കിൽ അതിനെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ടും അത് വേറെ ആളുകൾ ചെയ്തോ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയോ കാണുമ്പോൾ ഒരു തരം സംഗതിയായിരിക്കും. പിന്നെ അതിനുശേഷം ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ജയറാമിൻ്റെ മകൾ മാളവിക ജയറാം. ഒന്നൊരു കാര്യം പറയാം, സോഷ്യൽ മീഡിയയിൽ മാളവിക ജയറാമിനെതിരെ ഒരുപാട് കമൻറ്റും കുറേ വൃത്തിയായിട്ട കമൻറ്റുകൾ, കുറേ ഹെയ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ കണ്ട്. ഒന്നാമത്തെ കാരണം എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ മീഡിയാസ് കൊടുക്കുന്ന ഹെഡിങ് ആണ്. ജയറാമിൻ്റെ മകൾ മാളവികയ്ക്ക് മുതിർന്നവരോടുള്ള സ്നേഹം കണ്ടോ, ചേട്ടൻ്റെ കല്യാണ പരിപാടിക്ക് വന്നപ്പോൾ. അപ്പോൾ സംഗതി ഈ വീഡിയോ ഞാൻ അവിടെ സൈഡിൽ പ്ലേ ചെയ്യാം. ഇതിനൊക്കെ അടിയിൽ നിങ്ങൾ പോയി നോക്കി, ഒന്ന് ഇവരെ 999 ട്രാൻസ്ജെൻഡർ, ഇവളാണോ സൗന്ദര്യം, വല്ലതും തിന്ന് പിത്തം പിടിച്ചിരിക്കുന്ന ഒരു പെണ്ണ്, ഇരവിഴുങ്ങുന്ന പാമ്പിനെ പോലുണ്ട്, ഈ കൊള്ളാവുന്ന വല്ല പെൺപിള്ളേരെയും കാണും എന്ന് പറ, സൗന്ദര്യമുണ്ടോ സൗന്ദര്യമില്ലയോ എന്ന്. ഓഫ് എൻ്റെ മോനെ. അതായത് ആക്ച്വലി ഈ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ മാതിരി ഇവരുടെ ഹെഡിങ്ങുകൾ, ചേട്ടൻ്റെ കല്യാണത്തിന് അണിഞ്ഞൊരുങ്ങി എന്ത് ഭംഗിയാണ് ജയറാമിൻ്റെ ചക്കിയെ കാണാൻ, ഈ ഹെഡിങ് വായിച്ചിട്ടായിരിക്കും ആളുകൾ വീഡിയോ കാണുന്നത്. ഈ ഹെഡിങ് വായിച്ച് അത് മൈൻഡിൽ ഇരുന്നിട്ട് വീഡിയോയിലേക്ക് പോകുമ്പോൾ എന്ത് ഭംഗി ജയറാമിൻ്റെ മകൾ, ഇവളെയാണ് ഭംഗി. ഈ മൈൻഡ് സെറ്റിക്ക് ആളുകളെ റൂട്ട് ചെയ്യുന്നത് ഈ ക്യാപ്ഷൻസാണ്. ക്യാപ്ഷൻസ് എന്നാണ് ഈ കമൻറ്റുകൾ ഫസ്റ്റ് ഓഫ് ഓൾ ജനറേറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ക്യാപ്ഷനൊന്നും വേണ്ട, ഓക്കെ ഇവളൊരു സെലിബ്രിറ്റി ആണ്, ഇവളെയാണോ സുന്ദരി എന്ന് പറഞ്ഞേ. പിന്നെ ആദ്യത്തെ കുറച്ച് കമൻസ് നോക്കും, ആ കമൻസ് നോക്കിയിട്ട് എന്നാൽ ഞാനും ഇട്ടെ 4 ഇങ്ങനെ അടിച്ചിട്ട് പോണ കുറേ എണ്ണങ്ങൾ വേറെ. അതും ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഇതിൽ സ്ത്രീകളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഒരു സ്ത്രീയെ പറയാൻ വേറൊരു സ്ത്രീ തന്നെ മുന്നിൽ വന്ന് കമൻറ്റ് ബോക്സിൽ ഇരിക്കുന്നു, ഫേസ്ബുക്കിൽ. അതൊക്കെ ഫേസ്ബുക്കിലാട്ടോ മെയിനായിട്ട് ഈ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും അങ്ങനത്തെ സീനുകൾ കുറേ ഞാൻ കാണാനിടയായി. ഈ പറഞ്ഞ ജയറാമിൻ്റെ മകൾ, കാളിദാസിൻ്റെ സിസ്റ്റർ, അങ്ങനെ കുറേ ആൾക്കാർ കമൻറ്റ് ടയർ കയറ്റുന്ന ഒരു സൈഡിലൂടെ ബേസിക്കലി ആളുകൾക്കൊരു തരം വാശിയാണ് തോന്നുന്നത്. കല്യാണം അങ്ങനത്തെ നല്ല ഫങ്ഷൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനടി പോയിട്ട് 10 പറയണം. ഒരു കല്യാണം വിളിക്കാത്തതിൻ്റെ സങ്കടമായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കല്യാണം വരെയൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇവിടെ എന്നുള്ള സങ്കടമായിരിക്കും. അടുത്തത് എന്ന് പറഞ്ഞാൽ ഇവരുടെ കല്യാണ ടൈമിൽ കൈ പിടിച്ചു കൊടുത്തത് ജയറാമാണ്. ഓക്കെ, കമൻറ്റ് ബോക്സിൽ വെറുതെ ഇവിടെ തോന്നുന്നുണ്ടോ നിങ്ങൾ? അതെന്താണ്, പെണ്ണിന് അച്ഛനില്ലേ? പെണ്ണിൻ്റെ അച്ഛനല്ലേ കൈ പിടിച്ച് ഏൽപ്പിക്കേണ്ടത്? ആ പെൺകുട്ടിയുടെ അച്ഛനെവിടെ? അയാളല്ലേ അത് ചെയ്യേണ്ടത്? കന്യാദാനം ഇത് ചെറുക്കൻ്റെ അല്ലേ ചെയ്തത്? എന്തുവാടേ, മകളെ മകന് കൊടുത്തു, അതിനർത്ഥം സഹോദരൻ സഹോദരിയെ കല്യാണം കഴിച്ചു എന്നോ? പെണ്ണിന് അച്ഛനില്ലേ എന്ന അല്ലെങ്കിൽ അമ്മാവൻ ചെയ്യണം ആ കർമ്മം, അല്ലാതെ ചെക്കൻ അച്ഛനല്ല ചെയ്യേണ്ടത്. സാധാരണ കന്യാദാനമല്ലേ നടക്കുന്നത്, ഇതെന്താ പുരുഷദാനം? കന്യാദാനം കണ്ടെത്താൻ പെണ്ണിന് അച്ഛനില്ലേ? ഇനി അങ്ങനെ പെണ്ണിന് അച്ഛനില്ലേ എന്ന് ചോദിച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ വേറെ. അവരുടെ കല്യാണം
ഓക്കെ, അവർക്ക് ഇഷ്ടപ്പെട്ട ചടങ്ങുകൾ അവരിഷ്ടപ്പെട്ട രീതിയിലൊക്കെ ചെയ്യും. ഓക്കെ, പിന്നെ സെലിബ്രിറ്റി കല്യാണം പോകുമ്പോൾ ഇവിടെ ആസ് യൂഷ്വൽ മെയിനായിട്ട് എന്താ മീഡിയാസിന് ജയറാമാണ് അവിടെ ഏറ്റവും വലിയ സെലിബ്രിറ്റി. ജയറാമിൻ്റെ മകൻ്റെ കല്യാണം. അവർ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അത് പെണ്ണിൻ്റെ അച്ഛൻ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കാണൂല ചിലപ്പോൾ. ജയറാം ഇപ്പോൾ കൈ പിടിച്ച് കൊടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഭൂമി ഇടിഞ്ഞ് താഴെ വീഴാനൊന്നും പോകുന്നില്ലല്ലോ. ചെക്കൻ്റെ അച്ഛനും ചെയ്യാം, പെണ്ണിൻ്റെ അച്ഛനും ചെയ്യാം, ആർക്കും വേണേൽ ചെയ്യാം. ഇപ്പോൾ ഒരു ഫോട്ടോയ്ക്കോ വീഡിയോയ്ക്കോ ആണെന്നുണ്ടെങ്കിൽ ഹൈ സെലിബ്രിറ്റി ആയ ജയറാം ചെയ്തോട്ടെ, നല്ല വിഷയമുണ്ടോ? ഇതുകൊണ്ട് ഇപ്പോൾ വല്ലതും സംഭവിക്കുമോ? ഇല്ലല്ലോ. ആ ചടങ്ങ് എന്തായാലും വളരെ വൃത്തിയായിട്ട് മുന്നോട്ട് നടക്കും, അവർ ജീവിതത്തിൽ വളരെ വൃത്തിയായിട്ട് മുന്നോട്ട് പോകും. അപ്പം പിന്നെ അവിടെ ചടങ്ങിൻ്റെ പേരിൽ, ആചാരത്തിൻ്റെ പേരിൽ കുറച്ച് കുത്തും കോലും ഉണ്ടാക്കണം. പിന്നെ ജയറാമിന് മറ്റേ 2 അടിച്ചിട്ടുണ്ടോ, എല്ലാം നടക്കുന്നത് ഡ്രാമയാണ്, അതിഭീകരമായ അഭിനയമാണ് നടക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കുറേ സാധനങ്ങൾ ജയറാമിനെ പിടിച്ച് ഇറക്കയറ്റാൻ വേണ്ടിയിട്ട്. പൊതുവേ അറിയാലോ, ജയറാം ഒരു വിനയം കൂടിയ ഒരാളായിട്ടാണ് നമ്മളെപ്പോഴും വീഡിയോസിലും ബാക്കി ഇപ്പോൾ സിനിമ അഭിനയമല്ലാതെ ഇൻ്റർവ്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഭയങ്കര വിനയമാണ് അങ്ങേർക്ക്. അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കമൻറ്റ് ബോക്സിൽ അങ്ങനെ കുറേ എണ്ണം കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇവിടുത്തെ ഒരു സെലിബ്രിറ്റി കല്യാണം ഇപ്പോൾ നമ്മളെല്ലാം കാണുന്നത് എന്താ, ഒരു ചിലരെ വിളിച്ചിട്ട്, ഇപ്പോൾ കഴിഞ്ഞ വട്ടം അൺബോക്സിംഗ് ഡ്യൂണിൻ്റെ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിളിക്കാതെ കല്യാണങ്ങളിൽ പോകുന്ന മീഡിയാസ് ഉണ്ട്, വിളിച്ചിട്ട് പോകുന്ന മീഡിയാസ് ഉണ്ട്. ബേസിക്കലി സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവ് ആയപ്പോഴാണ് നമ്മൾ ഈ സെലിബ്രിറ്റി കല്യാണങ്ങൾ, അതൊരു ഇൻസ്റ്റാഗ്രാം കോണ്ടൻറ് ക്രിയേറ്റർ, ഇൻഫ്ലുവൻസർ സെലിബ്രിറ്റി മുതൽ അങ്ങോട്ട് രാഷ്ട്രീയക്കാർ, സിനിമാക്കാർ, ബിസിനസ്സുകാർ, ഹൈലി സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളുടെ കല്യാണം അടക്കം നമ്മളിലേക്ക്, എന്തിന് നയൻതാര വരെ നെറ്റ്ഫ്ലിക്സിൽ വിറ്റു കല്യാണം. സോ എല്ലാം ഒരു ബിസിനസ് മൂഡിലേക്ക് മാറിയിട്ടുണ്ട്, നമ്മളിലേക്ക് എത്തുന്നുമുണ്ട്. എത്തുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു വ്യൂവർഷിപ്പ് കാണും, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വ്യൂവർഷിപ്പ് കാണും, പല ഫെസ്ട്രേഷൻസ് ഉള്ള വ്യൂവർഷിപ്പ് കാണും. ഓക്കെ, ലൈഫിൽ അച്ചീവ്മെൻറ്റ്സ് ഇല്ലാത്ത വ്യൂവർഷിപ്പ് കാണും, അച്ചീവ് ആയിട്ടും ഇതൊന്നും നടക്കാതെ പോയൊരു വ്യൂവർഷിപ്പ് കാണും. സോ ബേസിക്കലി ഫെസ്ട്രേഷൻ തീർക്കുന്ന ഒരു സ്ഥലമായി മാറി കമൻറ്റ് ബോക്സ്. അത് എന്താ പറയുക, ഹെയ്റ്റിലേക്ക് പോവുകയാണ്. ഫെസ്ട്രേഷൻ തീർത്ത് നിങ്ങൾക്ക് പറ്റിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നടന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പറയാം. അതിൽ നിന്ന് മാറി അതിഭീകരമായ ഹെയ്റ്റിലേക്ക് പോകുമ്പോൾ അത് വലിയ സുഖമുള്ള ഏർപ്പാടൊന്നുമില്ല. ഞാൻ പറഞ്ഞ ആരാണെങ്കിലും ഹൂഎവർ ഇറ്റ് ഈസ്, അവരവരുടെ ഹാപ്പി മൊമെൻറ്റ്സ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അവരെടുത്ത് വെച്ച് നോക്കുമ്പോൾ ഈ കമൻറ്റ്സ് കാണുമ്പോൾ ആർക്കാണെങ്കിലും അതൊരു വിഷമം തോന്നാതിരിക്കുകയൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ ഒരു ഇപ്പം നമ്മളെ ലൈഫിൽ നടന്നില്ല എന്ന് ചോദിച്ചാൽ വേറെ ഒരാളുടെ ലൈഫിൽ നടക്കുമ്പോൾ എന്തിനെത്രത്തോളം ഹെയ്റ്റ് പറയേണ്ട ആവശ്യമൊന്നും എനിക്കറിയില്ല. നാളെ നടന്നുകൂടായില്ലല്ലോ, നമ്മളതിന് വേണ്ടി പ്രയത്നിക്കുകയല്ലേ വേണ്ടേ? മനസ്സിലായ? നമുക്കൊരു കല്യാണം അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ, ഇപ്പോൾ ചിലർ ഞാൻ ചെയ്ത് കേട്ടിട്ടുണ്ട്, ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് എൻ്റെ കല്യാണം അങ്ങനെ നടന്നില്ല, എൻ്റെ മക്കൾക്കൊരു ഞാൻ വിചാരിച്ച രീതിയിലുള്ളൊരു കല്യാണം അവരത് ചെയ്യണം, അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി പ്രയത്നിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രയത്നിക്കുന്ന ആളുകളുണ്ട്. പിന്നെ പൈസ ഉള്ളവൻ കല്യാണം പൈസ ഉള്ളവനെ പോലെ തന്നെ നടത്തിയാലേ നാട്ടിൽ ആ പൈസ ഇറങ്ങൂ. പിന്നെ അംബാനി കല്യാണത്തിന് എന്തിന് ഇത്ര പൈസ ഇറക്കി, അൺബോക്സിംഗ് ഡൂണിൻ്റെ കല്യാണത്തിന് ചോദിച്ചു എന്തിന് ഇത്ര പൈസ ചിലവാക്കി എന്നുള്ളത്. അവരൊക്കെ കാശ് ഉള്ളവർ ചിലവാക്കിയാലേ നാട്ടിലേക്ക് പൈസ ഇറങ്ങും. അല്ലാതെ പൈസ ഉള്ളവൻ കല്യാണമാണ് ഞാൻ ചിലവാക്കുന്നില്ല, ഞാൻ പോയിട്ട് 2 രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്ററിങ്ങിന് പൈസ കിട്ടുമോ, ഡെക്കറേഷന് പൈസ കിട്ടുമോ? എത്ര ആൾക്കാണ് ഒരു കല്യാണം എന്നുള്ള ഇവൻ്റ് കൊണ്ട് കോടിക്കണക്കിന് ചിലവാക്കുമ്പോൾ ആ കോടിക്കണക്കിന് രൂപ സൊസൈറ്റിയിലേക്ക് എല്ലാം ഇറങ്ങണേ. എല്ലാവർക്കും പരിപാടിയും രക്തഹാരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? അങ്ങനെ ആയിക്കഴിഞ്ഞുള്ള അവസ്ഥ എന്താ? എനിക്ക് തോന്നുന്നു പൈസ ഉണ്ടാക്കുന്ന പരിപാടിയും രക്തഹാരമാണ് ഒരു പൈസ നാട്ടിൽ ചിലവാക്കാത്തത്. ബാക്കിയുള്ളവർക്ക് പൈസ ചിലവാക്കുന്നുണ്ട് നാട്ടിൽ. ചിലർ അങ്ങനെ കുറേ കമൻറ്റ് ബോക്സ് കാണും, എന്തിന് ഇത്ര ആഡംബരം, ആഡംബരം ചിലവാക്കുന്നത് 10 കാശ് നാട്ടിലിറങ്ങണം, അങ്ങനെയെങ്കിലും ഇറങ്ങട്ടെ. ഇത് ഞാൻ പറഞ്ഞില്ല, ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഫ്രസ്ട്രേഷനാണ്, ഒരു തരം എന്താ പറയുക സങ്കടമാണ് നമുക്ക് നടക്കുന്നില്ലല്ലോ എന്നുള്ളതിൻ്റെ. അത് ഭയങ്കര മാസീവ് ഹെയ്റ്റിലേക്ക് പോകുമ്പോൾ കാണാൻ വലിയ സുഖമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇവരൊന്നും പറയാനില്ലേ. ജയറാമിൻ്റെയും മക്കളുടെയും കേസിലൊക്കെ എന്ത് എത്രത്തോളം ഹെയ്റ്റ് വരാനുള്ളത് എനിക്കറിയാൻ പാടില്ല. പക്ഷെ സ്റ്റിൽ കമൻറ്റ് ബോക്സിനകത്ത് ജയറാമിൻ്റെ മകളെ പറയുന്നു, ജയറാമിനെ പറയുന്നു, കല്യാണം കഴിപ്പിച്ചു കൊടുത്ത രീതി, അല്ലെങ്കിൽ ഇത് ലോകത്തിലെ ആദ്യത്തെ സെലിബ്രിറ്റി കല്യാണമാണ്, ഇത് എത്ര എണ്ണം കാണുന്നുണ്ട്. എന്നാലും ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം, ഇത് ആദ്യത്തെ കല്യാണമാണോ എന്നുള്ളൊരു ചോദ്യവും ചോദിക്കും. എന്താണെങ്കിലും